Yes, this is Jessina from MS Solutions. ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ? എടാ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഒരു യൂണിറ്റ് ആണ്. ഏതടാ? നമ്മളുടെ 4ാമത്തെ യൂണിറ്റ്. അതിൽ 2 ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. വെയിറ്റേജ് അനുസരിച്ചൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞത് ഈ ഒരു യൂണിറ്റിൽ നിന്നായിരുന്നു അല്ലേ. അപ്പം നമുക്ക് ആ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് പെട്ടെന്ന് സെറ്റാക്കിയാലോ. ഗലീലിയോയിൽ നിന്നും നമുക്ക് ഒരുപാട് ചോദ്യങ്ങളൊന്നും പ്രതീക്ഷിക്കാനില്ല അല്ലേ. അതായത് ഏത് ചോദ്യങ്ങൾ വന്നാലും എന്താണ്, മെയിനായിട്ട് ഗലീലിയോയിലേക്ക് തന്നെയാണ് എത്തുക. അപ്പോൾ ഗലീലിയോയെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ച് സെറ്റാക്കി വെക്കണം. അപ്പം നോക്കടാ, എന്തൊക്കെ പോയിന്റ്സാണ് പഠിക്കേണ്ടത്. गलीलियो इटली के महान वैज्ञानिक थे. बचपन से ही उनके मन में निरीक्षण करने की क्षमता और बिना सबूत के कुछ भी कार्य स्वीकारने का स्वभाव था. അപ്പം എന്താ പറയുന്നത്, ഇറ്റലിയിലെ പ്രശസ്തനായിട്ടുള്ള സയൻറ്റിസ്റ്റാണ് അദ്ദേഹം. എന്താണ്, കുട്ടിക്കാലത്ത് തന്നെ എന്താണ് എല്ലാം ഒബ്സർവ് ചെയ്യും. അതുപോലെ ബിനാ സബൂത്ത് അല്ലെ, അതായത് ഒരു കാര്യത്തിനും ഒന്നിനും തെളിവില്ലാതെ എന്ത് ചെയ്യില്ല, ഒന്നും തന്നെ അദ്ദേഹം വിശ്വസിക്കില്ല. പൂർണ്ണമാസി की रात को पहाड़ी पर चढ़कर फिर उतरकर साबित किया कि चंद्रमा अपनी जगह पर स्थिर है. അപ്പൊ എന്താ പറയുന്നത്, പൗർണമി രാത്രിയിൽ ആ പർവ്വതം കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്തിട്ട് അദ്ദേഹം ഒരു നിഗമനത്തിലേക്ക് എത്തി. എന്താ, ചന്ദ്രൻ എന്താണ് അതിൻ്റെ ആ ഒരു സ്ഥാനത്ത് സ്ഥിരമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. വ ബച്പൻ സേ ഹി ഏക് വൈജ്ഞാനിക് ബനന ചാഹതാ താ. കുട്ടിക്കാലം മുതൽ തന്നെ എന്താണ്, അദ്ദേഹം എന്താണ് ഒരു സയന്റിസ്റ്റ് ആവാനാണ് ആഗ്രഹിക്കുന്നത്. ഗലീലിയോയെ കുറിച്ച് ടിപ്പണിയൊക്കെ എഴുതാൻ പറഞ്ഞാൽ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താട്ടോ. പിതാനെ ഡോക്ടറെ പഠനെ കെ ലിയെ ഭേജ് ദിയാ തോ ഉസ്നെ അപ്നെ ആപ് വിഷയ് ബദൽ ലിയേ. അപ്പൊ പിതാവിന് എന്തായിരുന്നു, ഡോക്ടർ ആക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം എന്ത് ചെയ്തു, അത് ആ സബ്ജക്റ്റ് തിരിച്ചു. गलीलियो ने अपनी जिंदगी में कई प्रकार की चुनौतियों को सामना की थी. അദ്ദേഹം എന്താണ് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ദെൻ ദൂരബീൻ, ചന്ദ്രമ की सतह संबंधी खोज, ആകാശഗംഗ, പെൻഡുലം, ഗലീലിയോ ഹിസാബി ആദി ഉൻകി പ്രമുഖ खोजें थी. തുടങ്ങിയവയൊക്കെ എന്താണ്, അദ്ദേഹം ഈ സയൻസിന് നൽകിയ സംഭാവനകളാണ്. ഇത്രയും പോയിന്റ്സ് ആണ് ഗലീലിയോന്റെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇത് ഉപയോഗിച്ചിട്ട് ഗലീലിയോനെ കുറിച്ച് നിങ്ങൾക്ക് ടിപ്പണി എഴുതാൻ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, യെസ്. അടുത്തത് പൈദൽ ചൽത്താ ഹുവ ആദ്മി. കൂടുതൽ സാധ്യത നമുക്ക് ആശയം ചോദിക്കാൻ, നമ്മുടെ പബ്ലിക് എക്സാമിന് ആശയം ചോദിക്കാൻ കൂടുതൽ സാധ്യത ഏതെന്നാണ്, പൈദൽ ചൽത്താ ഹുവ ആദ്മിയിൽ നിന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. നോക്കടാ, ആരാ എഴുതിയിരിക്കുന്നത്, സ്വപ്നിൽ ശ്രീവാത്സവ്. പേര് മറന്നു പോകരുത്. ആരാണ് കവിത എഴുതിയത്, അവരുടെ പേര് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവണം. कवि कहते हैं कि चमचमाती सड़कों पर तेज गति से दौड़ती कारों की भीड़ में पैदल चलने वाले निरीह आदमियों को भी दिख रहा है. നല്ല തിളങ്ങുന്ന റോട്ടിലൂടെ എന്താണ്, വേഗത്തിൽ പോകുന്ന കാറുകൾക്കിടയിലൂടെ എന്താണ്, ദയനീയമായിട്ട് പോകുന്ന കുറച്ച് പാവപ്പെട്ട കുറച്ച് തൊഴിലാളികളെ കാണുന്നുണ്ട് അല്ലേ, കാൽനടയായിട്ട് പോകുന്ന. कार में बैठे अमीर और उच्च वर्ग के लोग पैदल चलने वाले गरीब या मजदूर वर्ग के व्यक्ति को तिरस्कार और घृणा की दृष्टि से देखते हैं. അപ്പോൾ ഈ കാറിൽ ഇരിക്കുന്ന പണക്കാർ എന്താണ്, ഈ കാൽനടയായി പോകുന്ന ആളുകളെ വെറുപ്പോടും ദേഷ്യത്തോടു കൂടിയും ഒക്കെയാണ് എന്താ നോക്കുന്നത്. किसान अन्न उगाना बंद कर दे तो समाज के संपन्न वर्ग के लोग भूख से मर जाएंगे. ഈ കർഷകർ അന്നം ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്താ, ഈ പണക്കാരൊക്കെ വിശന്ന് മരിക്കും. അടുത്തത് മസ്ദൂർ ഘർ ന ബനായ, അതായത് ഈ തൊഴിലാളികൾ വീട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ तो अमीरों को पास सिर छिपाने के लिए कोई जगह नहीं बचेगी. പണക്കാർക്ക് തലചായ്ക്കാൻ ഒരിടം ഉണ്ടാകില്ല. यहाँ कवि सड़क पर पैदल चलते हुए जाने वाले गरीबों की शक्ति की ओर इशारा किया है. ഇവിടെ എന്താണ്, കാൽനടയായി പോകുന്ന ആളുകളുടെ ആ ശക്തിയൊക്കെയാണ് എന്താ ഇവിടെ പ്രധാനമായിട്ടും കവി വിരൽ ചൂണ്ടുന്നത്. വേ ഏക് ദിൻ ഹോഷ് മേ ആ ജായേ തോ അമീറോं को സാമ്രാജ്യ ടഹ് ജായേങ്ക. ഈ തൊഴിലാളി വിഭാഗം അല്ലെ, അതായത് ഈ കാൽനടയായി പോകുന്ന ഈ വിഭാഗക്കാരെന്താണ്, അവരുടെ ശക്തി തിരിച്ചറിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോഴുള്ള ഈ പണക്കാരുടെ സാമ്രാജ്യം എന്ത് ചെയ്യും, കടപുഴകി വീഴുമെന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. 4ാമത്തെ യൂണിറ്റിൽ 2 ചാപ്റ്ററേ ഉള്ളൂ, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്, സെറ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ദെൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യണം കേട്ടോ. അതായത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. യെസ്, അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ടോ ഇമ്പോർട്ടൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ.